ജി ഡിയുടെ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ ജി കെ പഠിക്കണം, അല്ലെങ്കിൽ ജി കെയുടെ പ്രയോറിറ്റി എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജി കെയിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു സീരീസ് ഓഫ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സെക്ഷനിൽ നമ്മൾ ഒരുപാടൊന്നും പഠിക്കില്ല, എങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യങ്ങൾ ഇതായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഈ ഒരു സീരീസ് ഓഫ് സെക്ഷനിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആകെ നിങ്ങൾ വേണ്ടത് ക്ലാസ് കേൾക്കുന്ന ആ ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചേക്കുക. പിന്നീടുള്ള ടൈം അതൊന്ന് റിവൈസ് ചെയ്തേക്കുക. നോട്ട്സുകൾ വേണമെങ്കിൽ എഴുതി പോവാം, ഇല്ലെങ്കിൽ നോട്ട് എഴുതാനും മടിയാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കുക, ഇതൊരു ഞാൻ എഴുതുന്ന സ്ക്രീൻഷോട്ട് എടുത്തേക്കുക, അതെന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോപ്പർലി വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരമാണോ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും നേരം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, നിങ്ങളുടെ ഈ വർഷം നടന്ന ജി ഡിയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇപ്പൊ നടന്ന ജി ഡിയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ദി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ലണ്ടൻ sent an educational or Woods dispatch to the Governor General in India. അതായത് ശരിക്കും വുഡ്സ് ഡെസ്പാച്ചിനെ നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറൽക്ക് അയച്ച വർഷം എന്നാണ്, ഏത് വർഷമാണ്? ഈ വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. ഈ ഡോക്യുമെന്റ് ആണ് പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷന് കാരണമായിട്ട് മാറുന്നത്. വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് ആണ് പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷന് കാരണമാകുന്നത്. അത്രമാത്രം പഠിക്കും. ഈ വുഡ്സ് ഡെസ്പാച്ച് ഏത് വർഷമാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്? ഓക്കെ, ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചോ, 1854. 1854 വുഡ്സ് ഡെസ്പാച്ചിനെ എങ്ങോട്ടേക്ക് അയക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലോട്ട് അയക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡോക്യുമെന്റാ. ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷന് കാരണമാകുന്ന ഒരു ഡോക്യുമെന്റ് ആണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി ഇവിടുന്ന് ഓർത്തിരിക്കേണ്ടത്, ഈ 1854 ലണ്ടനിൽ നിന്ന് ഈ വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നല്ലോ, അയക്കുന്നു. ആ സമയത്ത് ഇന്ത്യ റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഗവർണർ ജനറൽ ആരാണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ 1854 ഇന്ത്യ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർ ജനറൽ ആരാണ്? അല്ലെങ്കിൽ ആ ടൈമിലുള്ള ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? അറിയണം. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലോർഡ് ഡൽഹൌസി ആണ് കേട്ടോ. ഈ ഒരു ടൈം പീരീഡ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസിയുടെ ടൈം പീരീഡ് അറിയുക, 1848 മുതൽ 1856 വരെയുള്ള ടൈം പീരീഡ് ആണ് കേട്ടോ. ഡൽഹൌസിയുടെ ടൈം പീരീഡ് 1848 മുതൽ 1856 വരെ. ക്ലാസ്സിൽ കേൾക്കുന്നതിന് കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോയിക്കോ. ലാസ്റ്റില് ഈ പഠിപ്പിച്ചതിനെ ബേസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റണം. അത്തരം രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ശ്രദ്ധിച്ചിരിക്കാൻ. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ഈ 1854 ലോർഡ് ഡൽഹൌസി ഗവർണർ ജനറൽ ഇന്ത്യയിൽ ഇരിക്കുന്നു. ആ സമയത്താണ് ലണ്ടനിൽ നിന്ന് വുഡ്സ് എഡ്യൂക്കേഷൻ ഡെസ്പാച്ചിനെ ഇന്ത്യയിലോട്ട് അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഡൽഹൌസിയുടെ ടൈം പീരീഡ് അങ്ങ് പഠിച്ചു വെച്ചോ, 1848 to 1856. ഓക്കെ, ഈ ഡൽഹൌസി അധികാരത്തിൽ വരുമ്പോ ഉണ്ടല്ലോ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഡൽഹൌസി അധികാരത്തിൽ വരുമ്പോ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഡൽഹൌസി അധികാരത്തിൽ വരുമ്പോ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? അപ്പൊ എന്താണ് ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്? ഡൽഹൌസി അധികാരത്തിലേക്ക് വരുമ്പോ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. എന്താണ് ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്? ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഒരു രാജാവിന് അടുത്തൊരു തലമുറ ഇല്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടുരാജ്യം ഡയറക്ട്ലി ആരുടെ കയ്യിലോട്ട് പോകും? ബ്രിട്ടീഷുകാരുടെ കയ്യിലോട്ട് പോകും. അതാണ് ഏതെന്ന് പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണെന്ന് ചോദിക്കും. ആരാണ്? ഡൽഹൌസി. ഡി വെച്ച് തന്നെ ആലോചിച്ചോ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡൽഹൌസി. ഓക്കെ, കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സിലൂടെ ആദ്യമായിട്ട് പിടിച്ചെടുത്ത പ്രദേശം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഡൽഹൌസി ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സിലൂടെ 1848 ആദ്യമായിട്ട് പിടിച്ചെടുത്ത പ്രദേശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്താറയാണ്. സത്താറ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയുമാണ്? മഹാരാഷ്ട്രയുമാണ്. സത്താറ എവിടെയാണ്? മഹാരാഷ്ട്ര. പറഞ്ഞത്
ഇങ്ങനെ കാര്യങ്ങൾ ഓർക്കുക. അതായത് വുഡ്സ് ഡെസ്പാച്ചിനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡൽഹൌസിയാണ്. ഈ ഡൽഹൌസി അധികാരത്തിൽ ഇരിക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 1848 to 1856 ആണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദത്തവകാശ നിരോധന നിയമം. എന്താണ് ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ, അതായത് എന്താണ് ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു നാട്ടുരാജ്യത്തിന് അടുത്തൊരു ജനറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ആ നാട്ടുരാജ്യം ആരുടെ കയ്യിലോട്ട് പോകും? ബ്രിട്ടീഷുകാരുടെ കയ്യിലോട്ട് പോകും. അത്തരത്തിൽ സത്താറ 1848 എന്ത് ചെയ്യുന്നു? ഡൽഹൌസി ക്യാപ്ചർ ചെയ്യുന്നു. ഈ ഡൽഹൌസിയുടെ ടൈം പീരീഡ് 1848 മുതൽ 56 വരെയാണെന്ന് അറിയാലോ. എഗെയിൻ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ 1853 ഫസ്റ്റ് റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 1853 ഫസ്റ്റ് റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൽഹൌസിയുടെ ടൈം പീരീഡിലാണ്. ഓക്കെ, 1853 ഫസ്റ്റ് റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൽഹൌസിയുടെ ടൈം പീരീഡിൽ ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഏത് വർഷമാണെന്ന്, അല്ലെങ്കിൽ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വർഷമാണെന്ന് 1853. കഴിഞ്ഞില്ല, എഗെയിൻ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ വരും. ഈ 1853 ഈ റെയിൽവേ ലൈൻ കണക്ട് ചെയ്യുന്ന പ്ലേസ് എവിടേക്കാണെന്ന് ചോദിക്കും. അതിന് ആൻസർ ബോംബെ ടു താനെയാണ്. ഓക്കെ, കണക്ട് ചെയ്യുന്ന പ്ലേസ് എവിടേക്കാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടേക്കാണ്? ബോംബെ ടു താനെയാണ്. ഓക്കെ, ടെലഗ്രാഫ് ലൈനും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ആരാ ടൈം പീരീഡില്? ഡൽഹൌസിയുടെ ടൈം പീരീഡിൽ. ഓക്കെ, ടെലഗ്രാഫ് ലൈനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആരാ ടൈം പീരീഡില്? ഡൽഹൌസിയുടെ ടൈം പീരീഡിൽ. അവിടെ ഇത്രയും പോയിന്റ്സുകൾ ഡൽഹൌസിയെ ബേസ് ചെയ്ത് പഠിച്ചു വെച്ചു. അതായത് പറഞ്ഞത് ഇങ്ങനെ 1848 മുതൽ 1856 വരെയുള്ള ടൈം പീരീഡിൽ നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് റൂൾ ചെയ്ത ആളാണ് ഡൽഹൌസി എന്ന് പറയുന്നത്. ഈ ഡൽഹൌസി അധികാരത്തിലിരിക്കുന്ന ടൈം പീരീഡ് ആണിത്. ഈ ടൈം പീരീഡിൽ 1854 എന്ന് പറയുന്ന ഈ ടൈം പീരീഡിലാണ് ലണ്ടനിൽ നിന്ന് വുഡ്സ് ഡെസ്പാച്ചിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അപ്പൊ എന്താണ് ഈ വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ് ആണ്. ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷന് കാരണമാകുന്ന ഡോക്യുമെന്റ് ആണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ അറിയണം, അങ്ങനെയാണെങ്കിൽ ഡൽഹൌസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമം. ഇതിലൂടെ ആദ്യമായിട്ട് പിടിച്ചെടുക്കുന്ന പ്രദേശം 1848 ഏതാ? സത്താറ. അതെവിടെയാ? മഹാരാഷ്ട്ര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1853 റെയിൽവേ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റെയിൽവേ ലൈൻ കണക്ട് ചെയ്യുന്ന പ്ലേസ് എവിടേക്കാ? ബോംബെ ടു താനെയാണ്. ടെലഗ്രാഫ് ലൈനും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആരുടെ ടൈം പീരീഡിലാണെന്ന് അറിയുക? ഡൽഹൌസിയുടെ ടൈം പീരീഡിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അങ്ങ് പഠിച്ചോ. അടാ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളൂ എങ്കിലും ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്തോളുക? പഠിച്ചോളുക. അതുപോലെ തന്നെ നമ്മുടെ 2025 അല്ലെങ്കിൽ 26 ഇതുവരെ നടന്ന എക്സാംസ് നോക്കുവാണെങ്കിൽ ഒരുപാട് തവണ ചോദിച്ച് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ലാംഗ്വേജിനെ ബേസ് ചെയ്യുള്ള ക്വസ്റ്റ്യൻ. മിനിമം ഈ ഒരു 2 വർഷങ്ങളായിട്ട് 5 to 6 തവണയെങ്കിലും ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. ജിയുടെ എക്സാമിനല്ല, പൊതുവേ നമ്മുടെ എല്ലാ എക്സാമുകൾക്കും ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി വരും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ എന്താവും? ഏതെങ്കിലും ഒക്കെ ഷിഫ്റ്റിൽ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഇന്ത്യക്ക് ടോട്ടൽ എത്ര ക്ലാസിക്കൽ ലാംഗ്വേജ്, ഞാൻ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ക്ലാസിക്കൽ ലാംഗ്വേജ് നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് എത്രയാണെന്ന് ചോദിക്കും കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 11 ആണ്. ഓക്കെ, നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എത്രയാണ്? 11 ആണ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ 11 ക്ലാസിക്കൽ ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. ക്ലാസിക്കൽ ലാംഗ്വേജ് ടോട്ടൽ എത്രയാണ്? 11 ആണ് ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജ്. അപ്പൊ ക്ലാസിക്കൽ ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിക്കുന്നത് തമിഴിനാണ് കേട്ടോ. തമിഴ്, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ്, ഓക്കെ, അടുത്തത് കന്നഡ, അതുപോലെ തെലുങ്ക്, അതുപോലെ തന്നെ മലയാളം, അതുപോലെ ഒഡിയ. ഓക്കെ, 11 ഉണ്ട്. അതിൽ 6 പറഞ്ഞു. തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഇത് ഏത് വർഷമാണെന്നുള്ളത് നമുക്ക് പഠിക്കണം കേട്ടോ. TSK TMO എന്ന് ഓർത്തു. 2 ടീം കൂടി മാറിപ്പോരുത്. ക്വസ്റ്റ്യൻ വരും, ആദ്യമായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ്
പദവി ലഭിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന്? അതേതാ? തമിഴ്. ഓക്കെ, അപ്പൊ TSKTMO തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഓക്കെ, TSKTMO ഓക്കെ ആണല്ലോ. തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. തമിഴിന് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിക്കുന്നത് 2004ലാണ്. സാൻസ്ക്രിറ്റിനാണെങ്കിൽ 2005ലാണ്. ഓക്കെ, തമിഴിനാണെങ്കിൽ 2004ലും സാൻസ്ക്രിറ്റിനാണെങ്കിൽ 2005ലും. കന്നഡയ്ക്കും തെലുങ്കിനും 2008ലാണ്. കേട്ടോ, കന്നഡയ്ക്കും തെലുങ്കിനും എന്താണ്? 2008ലാണ്. മലയാളമാണെങ്കിൽ 2013ലും ഒഡിയ ആണെങ്കിൽ 2014ലുമാണ്. ഓക്കെ, മലയാളത്തിന് 2013ലും ഒഡിയയ്ക്ക് 2014ലുമാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന പദവി ലഭിക്കുന്നത്. വർഷം പാടാണെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. പഠിച്ചോളുക. ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ടോട്ടൽ 11 ആണ്. ആ 11 ക്ലാസിക്കൽ ലാംഗ്വേജ് ആദ്യത്തെ ഒരു 6 എണ്ണം ഇങ്ങനെ പഠിക്കുന്നു. TSKTMO തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഓക്കെ, ദെൻ പിന്നീട് ബാക്കിയുള്ള 5 എണ്ണത്തെ ആഡ് ചെയ്യുന്നത് 2024ലാണ്. ഓക്കെ, ബാക്കിയുള്ള 5 ലാംഗ്വേജിനെ ആഡ് ചെയ്യുന്നത് എന്നാണ്? 2024ലാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലി, അതുപോലെ തന്നെ പ്രാകൃത്, നമ്മുടെ ഏൻഷ്യന്റ് ടൈം പീരീഡിലുള്ള ലാംഗ്വേജ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും. പാലി, അതുപോലെ തന്നെ പ്രാകൃത്, ആസാമീസ്, ബംഗാളി, അതുപോലെ തന്നെ മറാത്തി. ആസാമീസ്, ബംഗാളി, അതുപോലെ തന്നെ മറാത്തി. പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി, അതുപോലെ തന്നെ മറാത്തി. 2024 എന്നാണ്? 2024 ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിക്കുന്ന 5 ലാംഗ്വേജസ് ആണിത്. പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. ഇത് രണ്ടും P എന്ന് പറയുന്ന ലെറ്ററിൽ AB. ആസാമീസ്, ബംഗാളി, ദെൻ മറാത്തി. ഇത്രയുമാണ് നമ്മുടെ 11 ക്ലാസിക്കൽ ലാംഗ്വേജ്. പഠിക്കണ്ട എന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണേ. പഠിച്ചോളുക. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ ഇതുവരെയുള്ള ക്ലാസിക്കൽ ഡാൻസ്, ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്ന ടൈം വരെയുള്ള ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് 11 ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. തമിഴിന് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിക്കുന്നത് 2004ലാണ്. സാൻസ്ക്രിറ്റിനാണെങ്കിൽ 2005ല്, കന്നഡയ്ക്കും തെലുങ്കിനും ആണെങ്കിൽ 2008ല്, മലയാളം ആണെങ്കിൽ 2013ലും, ദെൻ ഒഡിയ ആണെങ്കിൽ 2014ലും. പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി, അതുപോലെ തന്നെ നമ്മുടെ മറാത്തി എന്നാണ് 2024ലാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിക്കുന്നത്. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ? ഇത്ര അങ്ങ് പഠിച്ചോണേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡന്റിഫൈ ദ ക്ലാസിക്കൽ ലാംഗ്വേജസ് as December 2022 from among the following. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് 2022 പ്രകാരം ക്ലാസിക്കൽ ലാംഗ്വേജ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. 2022 പ്രകാരമാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ളത് 2, 3, 4, 1, 2, 3, 1, 2, then none of the above. Okay, അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് ഏതാ എടുക്കാൻ പറ്റുക? അതായത് 2022 പ്രകാരം ക്ലാസിക്കൽ ലാംഗ്വേജ് ഏതൊക്കെയാണെന്നാ നമുക്കറിയാം. 2022 24ലാണ് പാലിയെയും പ്രാകൃതിനെയും ആസാമീസിനെയും ബംഗാളിയെയും മറാത്തിയെയും ആഡ് ചെയ്യുന്നത്. ആണല്ലോ? ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിനു മുന്നേ നമ്മുടെ TSKTMO തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കേ, തമിഴ്, സാൻസ്ക്രിറ്റ്, ഒഡിയ. 2022 മുന്നേ ഉള്ളത് ഇത് മൂന്നും അല്ലേ? അപ്പൊ ആൻസർ എന്താ വരിക? 2, 3, 4 അല്ലേ? ആൻസർ എന്താ വരിക? 2, 3, 4. 1, 2, 3 എന്ന് പറയുമ്പോൾ മറാത്തി എന്ത് ചെയ്തിട്ടുണ്ട്? 2024ലാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് വരില്ല. 2022 ആണ് ക്വസ്റ്റ്യൻ. 1 ഉം 2 വരുന്നില്ല. മറാത്തി വരുമോ? ഇല്ല. then none of the above. കറക്റ്റ് എന്താ? തമിഴിനെയും സാൻസ്ക്രിറ്റിനെയും ഒഡിയയുമാണ്. തമിഴിനെ ആണെങ്കിൽ 2004ൽ ആഡ് ചെയ്തില്ലേ? സാൻസ്ക്രിറ്റ് ആണെങ്കിൽ 2005ൽ ആഡ് ചെയ്തില്ലേ? ഒഡിയ ആണെങ്കിൽ 2014ൽ ആഡ് ചെയ്തില്ലേ?
ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഏതാ വരിക? 2, 3, 4. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ ക്ലാസിക്കൽ ലാംഗ്വേജ് ടോട്ടൽ 11. അതില് ആദ്യത്തെ 5 എണ്ണം TSK TMO. ഫസ്റ്റ് ആഡ് ചെയ്യുന്ന ക്ലാസിക്കൽ ലാംഗ്വേജ് തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. 2024 ആഡ് ചെയ്യുന്നത് പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി, മറാത്തി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുപോലെ ആയിരിക്കും ചെറിയ ചെറിയ സെക്ഷനിലായിട്ട്. എന്നാൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന, ഉറപ്പായിട്ടും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഓ GK ഇതൊക്കെ പഠിച്ചാൽ കിട്ടുമോ? GK എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ 20 ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റണം? പഠിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോ ഇനി നമുക്കറിയാം പ്രോപ്പർലി നമ്മുടെ SSI GDയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് കൃത്യമായിട്ട് എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റിലേക്കാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റിലേക്ക് തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ എല്ലാം കൂടി പഠിക്കുക എന്നുള്ളതല്ല, എന്നാൽ എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സിലബസ് ബേസിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് പ്രോപ്പർലി മോക്ക് എക്സാംസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് പ്രോപ്പർലി ഓരോരോ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള എക്സാംസിനെ പറ്റിയുള്ള അവയർനെസ് നിങ്ങൾക്ക് തരും. കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അതിനുശേഷം നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ടൈം പോകാതെ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് വർക്ക് ചെയ്യാൻ ഓഫ്ലൈൻ ഓർ ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറായ 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പഠിപ്പിച്ചത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ കമന്റ് ചെയ്തേക്കണേ. അതായത് ശരിക്കും നമ്മുടെ ഫസ്റ്റ് റെയിൽവേ ലൈൻ 1853 സ്റ്റാർട്ട് ചെയ്തു. ഇത് കണക്ട് ചെയ്യുന്ന പ്ലേസസ് ഏതൊക്കെയായിരുന്നു? പഠിപ്പിച്ചാണ്. 1853 നമ്മുടെ ഫസ്റ്റ് റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഡൽഹൌസിയ ടൈം പീരീഡിൽ. ഇത് കണക്ട് ചെയ്യുന്ന പ്ലേസസ് എവിടൊക്കെയാണെന്നുള്ളത് ആൻസർ ചെയ്യണേ. 1853 ഫസ്റ്റ് റെയിൽവേ ലൈൻ കണക്ട് ചെയ്യുന്ന പ്ലേസസ് എവിടൊക്കെയായിരുന്നു? ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീക്കിൽ അടുത്തൊരു സെക്ഷനുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.